മലയാള സിനിമാ മേഖലയിലെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി. നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്ക് പിന്നാലെ നടൻ ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ പ്രതിഷേധിച്ചാണ് ഭാഗ്യലക്ഷ്മി രാജിവെക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കോടതി നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് ദിലീപിനെ അധികായനായി തിരികെ എത്തുമെന്ന് ഉറപ്പാണ്. 80കളുടെ അവസാനത്തിൽ ആലുവയിൽ നിന്ന് വന്ന ഗോപാലകൃഷ്ണൻ എന്ന മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ. രാത്രി മുഴുവനും മിമിക്രി പരിപാടി, പകൽ സൂപ്പർവൈറ്റ് കച്ചവടം. അത്തരത്തിൽ ജീവിച്ചിരുന്ന അതിദരിദ്രനായ, അല്ലെങ്കിൽ ആ തരത്തിൽ അച്ഛന്റെ മദ്യപാനമൊക്കെ കുടുംബത്തെ മാറ്റിമറിച്ച സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് പിന്നീട് ദിലീപ് എന്ന മലയാള സിനിമയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ജനപ്രിയ നായകൻ എന്ന തരത്തിലേക്ക് വളർന്നത്. ഇല്ലായ്മകളിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നതാണ് നടൻ ദിലീപിന്റെ ജീവിതം. അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലെത്തിയ അയാൾ കൊച്ചു വേഷങ്ങളോടെ പതുക്കെ വളർന്ന് അറിയപ്പെടുന്ന നടനായി. സൂപ്പർ താരം എന്ന് ഒരിക്കലും വിശേഷിപ്പിക്കപ്പെടാതെ ജനപ്രിയ നായകൻ എന്ന ലേബലിൽ സൂപ്പർ താരമായി. ഒരു വേള താരസംഘടനയായ അമ്മയെയും ടെക്നീഷ്യൻസിന്റെ സംഘടനയായ മാക്ടയെയും നിർമ്മാതാക്കളെയും വിതരണക്കാരെയും ഇതിന് തിയേറ്റർ ഉടമകളെ വരെ നിയന്ത്രിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയുമായി. ബോളിവുഡിൽ ആര് വീഴണം ആര് വാഴണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഗോപാലകൃഷ്ണനായി മാറിയ ചരിത്രമുണ്ട്. അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ ആദ്യത്തെ 3 മാസം ദിലീപ് നേരിട്ട് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കഥ മാറി. ദിലീപിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഉദയകൃഷ്ണയുടെ ഒരു തിരക്കഥയിലൊക്കെ സാധാരണ കാണുന്നത് പോലെ നായകൻ വില്ലനാകുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ജനപ്രിയ നായകൻ അകത്താകുന്നു. തുടർന്നുള്ള വർഷങ്ങൾ ദിലീപിന് പരീക്ഷണങ്ങളുടെ വർഷങ്ങളാണ്. കോടിക്കണക്കിന് രൂപയാണ് അയാൾ കേസിന് വേണ്ടി ചെലവാക്കേണ്ടി വന്നത്. സിനിമകളാകട്ടെ ഒന്നിനൊന്ന് പൊളിഞ്ഞ് ഈ 58ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് ഫീൽഡ് ഔട്ട് ആവലിന്റെ വക്കിലാണ്. ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കുമ്പോൾ അയാൾക്ക് ഇതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്, പറ്റുന്ന അത്രയെങ്കിലും. സുഹൃത്ത് നാദൃഷയ്ക്കൊപ്പം ചേർന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങിയാണ് ദിലീപ് തന്റെ ഈ സിനിമാ ജീവിതത്തിന്റെ തുടക്കമൊക്കെ. 1980കളിൽ കലാഭവനിൽ മിമിക്രി ചെയ്തുകൊണ്ടാണ് കരിയറിന്റെ ആദ്യത്തെ പടി. അപ്പോഴേക്കും കുടുംബത്തിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. അങ്ങനെയാണ് സൂപ്പർവൈറ്റ് കച്ചവടത്തിലേക്ക് തിരിയുന്നത്. പക്ഷെ ഗോപാലകൃഷ്ണന് ആദ്യ ബ്രേക്ക് കിട്ടുന്നത് ദേ മാവേലി കൊമ്പത്ത് എന്ന മിമിക്രി കാസറ്റിലൂടെയാണ്. അത് കേരളത്തിൽ തരംഗമായി മാറി. അതുവഴി ടെലിവിഷൻ ചാനലുകൾ അവസരം ലഭിച്ചു. കോമിക്കോള എന്നൊരു ഷോ കഴിഞ്ഞതിന് ശേഷം കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ചേർന്നു. ഒപ്പമുള്ള ലാൽ ജോസ് ഒക്കെ എങ്ങനെയെങ്കിലും സംവിധാനം പഠിച്ച് ഒരു വലിയ സംവിധായകനാകണമെന്ന് സ്വപ്നം കാണുമ്പോഴും ഗോപാലകൃഷ്ണന്റെ താല്പര്യം അഭിനയത്തോടായിരുന്നു. സല്ലാപത്തിലൂടെ മഞ്ജുവിന്റെ നായികയെ എത്തിയ ദിലീപ് മലയാള സിനിമയിൽ മെല്ലെ മെല്ലെ ഇടം പിടിച്ചു. ഈ പുഴയും കടന്നെന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ദിലീപും മഞ്ജു വാര്യരും പ്രണയത്തിലാവുന്നത്. അക്കാലത്ത് കത്തി നിൽക്കുന്ന നടിയായിരുന്നു മഞ്ജു. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിളിപ്പേരുള്ള താരം. ദിലീപ് ആവട്ടെ ഒരു ശരാശരി സ്വഭാവ നടൻ. 1998 മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുന്നു. മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അഭിനയത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു മഞ്ജു. 6-ാം തമ്പുരാൻ, സമറിൻ ബദലഹീം, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ തുടർച്ചയായ സൂപ്പർ ഹിറ്റുകളിലൂടെ ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് തന്റെ കരിയറിന് അവർ കർട്ടനിടുന്നു. മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായിരുന്നു അത്. മഞ്ജു വിവാഹത്തിന് തൊട്ടു മുൻപ് അഭിനയിച്ച പത്രം എന്ന സിനിമയും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ആലുവയിലെ ദിലീപിന്റെ വീട്ടിലേക്ക് കയറി അവർ പിന്നീട് പുറം ലോകം കണ്ടില്ല. ഫോണിൽ വിളിച്ചാൽ പോലും മഞ്ജുവിനെ കിട്ടാതെയായി. മഞ്ജുവിനെ 14 വർഷത്തിന് ശേഷമാണ് പുറം ലോകം കാണുന്നത്. ദിലീപിന്റെ വിലക്ക് ലംഘിച്ച് അവർ വീണ്ടും ചിലങ്ങി അണിഞ്ഞപ്പോൾ ആലുവയിലെ സെൻട്രൽ ജയിലിൽ നിന്നും മഞ്ജു രക്ഷപ്പെടുന്നു എന്ന് എഴുതിയവരുണ്ടായിരുന്നു. ഫ്ലോപ്പുകളിലായ ദിലീപ് ജനപ്രിയ നായക പട്ടത്തിലേക്ക് എത്തി. തെങ്കാശിപ്പട്ടണം, ഡാർലിംഗ് ഡാർലിംഗ്, ഈ പറക്കും തളിക, ഇഷ്ടം, മീശമാധവൻ, CID മൂസ്, അങ്ങനെ ഹിറ്റുകളുടെ ഒരു നിര തന്നെ വന്നു. സിനിമാ നിർമ്മാണ രംഗത്തും ദിലീപ് കരുത്തനായി. പെൺവേഷം കിട്ടിയും കൂനുവെച്ച് പിടിപ്പിച്ചും മുച്ചിറിയാക്കിയും ദിലീപ് തന്നെ സ്വയം പരീക്ഷിച്ചു. കൊച്ചിയിൽ ദേബുട്ട് എന്ന പേരിൽ ഒരു ഹോട്ടൽ, മാംഗോ ട്രീ എന്നൊരു മറ്റൊരു റെസ്റ്റോറന്റ്, ഡി സിനിമാസ് എന്ന പേരിൽ മൾട്ടിപ്ലെക്സ് തിയേറ്റർ, സിനിമാ നിർമ്മാതാവ്. ദിലീപ് അങ്ങനെ പല മേഖലയിൽ ഒരു ബിസിനസ് ടൈക്കൂണായി വളർന്നു. വിനയനെ ഒതുക്കിയതും തുളസീദാസിനെ അപമാനിച്ചതും വിനയന്റെ മാക്ടേഴ്സ് സംഘടന പിളർത്തിയതും ലിബർട്ടി ബിഷറിനോട് ഉടക്കി തിയേറ്ററുകാരുടെ സംഘടനയും ദിലീപ് കൈപ്പിടിയിൽ ഒതുക്കിയതുമൊക്കെ പിന്നീടുള്ള ചരിത്രമാണ്. സിനിമയിൽ തനിക്ക് വേണ്ടി ഒരു അധോലോകം അയാൾ പതുക്കെ കെട്ടിപ്പടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. തുടർന്നാണ് ഈ കേസ് വരുന്നത്. രാമലീല എന്ന ദിലീപിന്റെ ചിത്രം ഹിറ്റായി, ജാമ്യം കിട്ടി. പക്ഷെ പിന്നീട് അങ്ങോട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ. റിമി ടോമിയും സിദ്ദിഖും ബിന്ദു പണിക്കരും ഒക്കെ അടങ്ങുന്ന 28 സാക്ഷികളാണ് വിചാരണ വേളയിൽ കൂറുമാറിയത്. എന്തായാലും കോടതി വെറുതെ വിട്ടുവെങ്കിലും ദിലീപിന് ജനം ശിക്ഷിച്ചു കഴിഞ്ഞു. അടുത്ത വീട്ടിലെ പയ്യൻ എന്നൊരു ഇമേജോട് വന്ന ദിലീപ് സത്യത്തിൽ പ്രേക്ഷകർ അദ്ദേഹത്തിന് ഏറ്റെടുത്തിരുന്നു. അതിൽ നിന്നൊക്കെ ദിലീപിനെ പ്രേക്ഷകർ കൈവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാലും കുറ്റവിമുക്തനായിരിക്കുന്നു. നടിയെ ആക്രമിച്ച സംഭവത്തിൽ സെഷൻസ് കോടതി അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കുകയും ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദിലീപ് പോയ ആ കാലത്തെ 8.5-9 വർഷം നീണ്ടുനിന്ന ഏകദേശം
ഒരു പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പോയ കരിയറിനെ തിരിച്ചു പിടിക്കേണ്ടത് അയാളുടെ ആവശ്യം കൂടിയാണ്. അല്ലെങ്കിൽ ആ താരസിംഹാസനം ഒലിച്ചു പോയിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിനായി അയാൾ ഏത് വഴിയും നോക്കും. അത് കൃത്യമായി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലും ഇന്നലെ കോടതി മുറിയിൽ നിന്ന് വിധി കേട്ട ശേഷം തിരിച്ചിറങ്ങിയ ശേഷം മാധ്യമങ്ങളോടും ദിലീപ് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ദിലീപിന്റെ തിരിച്ചുവരവിന്റെ കാലമാണ്. അപ്പീലിലേക്ക് പോയാൽ അത് എത്ര കണ്ട് ഇയാളെ ശിക്ഷിക്കുന്ന തരത്തിലേക്ക് കോടതി പോകുമെന്നൊക്കെ നമുക്ക് കണ്ടറിയണം. പക്ഷേ അതിനൊക്കെ ഒരുപാട് സമയം പിടിക്കും. ആ സമയത്തിനുള്ളിൽ ദിലീപ് തന്റെ സിംഹാസനം പിടിച്ച് തിരിച്ച് ഒരു കസേര വലിച്ചിട്ട് അവിടെ ഇരിക്കുമെന്നുള്ളത് കാര്യം ഉറപ്പാണ്.